മലപ്പുറം പാണ്ടിക്കാട് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 24 മണിക്കൂർ കൺട്രോൾ റൂം തുറന്നു പ്രവർത്തിക്കും. പാണ്ടിക്കാട് സ്വദേശിയാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ 2 വൈറോളജി ലാബിലും നടത്തിയ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കുട്ടിയുമായി അടുത്തിടപഴകിയ 15 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ഇവരെ ഐസൊലേഷൻ ചെയ്തു. 214 പേരാണ് നിരീക്ഷണത്തിൽ. ഇതിൽ 60 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ, ഭയമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്കിതിനെ നേരിടാം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 മുറികളും 6 ബെഡുകളുള്ള ICU വാർഡും സജ്ജമാക്കി. ദേശീയ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം. തിയേറ്ററുകളും ഹോട്ടലും പ്രവർത്തിക്കില്ല. മദ്രസകൾക്ക് അവധി നൽകി. അടിയന്തരമായി ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. കടകൾ പ്രവർത്തിക്കേണ്ടത് 10 മണിക്കും 5 മണിക്കും ആയിരിക്കണം. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിനിടെ കുട്ടിയുമായി ഇടപഴകിയ കൂട്ടുകാരനും പനി ബാധിച്ച് ചികിത്സ തേടി. കൈരളി ന്യൂസ്, മലപ്പുറം.